രവി കുട്ടകരയാണോ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഓ അത് ശരി, ആ ആ. അപ്പോൾ പുള്ളിയുടെ മുഖത്തിന് ആ ഫേസിന് ഒരു മാറ്റം വന്നു. രാജസേനൻ സേനേട്ടൻ എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞ് തുളസി ഇങ്ങനെ ജയറാം വിളിച്ചിരുന്നു, ആ പ്രോജക്റ്റ് നടക്കില്ല കേട്ടോ, പുള്ളിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അത് ജയറാമല്ലേ എന്നോട് പറയേണ്ടത്, അതല്ലേ എൻ്റെ ശരി. പടം കാണുമ്പോൾ എന്തെങ്കിലും താഴ്ന്ന് ചാക്കോച്ചൻ്റെ റോള് നിന്നാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഈ ദോസ്തിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കുറച്ച് ടെൻഷൻ പിടിച്ചൊരു പടമായിരിക്കും ആ സിനിമ. ഇവർക്ക് ഇവർ കാസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ടെൻഷൻ കാണത്തില്ലേ? അവരെ വെറുപ്പിക്കാൻ പാടില്ല, ഇയാളെ വെറുപ്പിക്കാൻ പാടില്ല. അതായത് ദിലീപിൻ്റെ അടുത്താണ് നമ്മൾ ആദ്യമായി ഈ ദോസ്തിൻ്റെ കഥ. ആക്ച്വലി അതിനു മുമ്പ് ഈ പ്രൊഡ്യൂസർക്ക് വേണ്ടി കൊട്ടാരക്കര സാറിനാണ്, നമ്മുടെ രവി കൊട്ടാരക്കര അവരുടെ അച്ഛനും രവി കൊട്ടാരക്കര അവരെല്ലാം കൂടി ചേർന്ന് ചെയ്യുന്ന പടമാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അവർ നേരത്തെ എനിക്കൊരു അഡ്വാൻസ് തന്നിട്ടുള്ളതാണ് ഒരു പടം ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ, ഒരു പടം ചെയ്യണം നമുക്ക് എന്ന് പറഞ്ഞ് മദ്രാസിൽ വെച്ചിട്ട് എനിക്കൊരു അഡ്വാൻസ് തന്നതാണ് ഒരു വർഷത്തിന് മുമ്പ്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് തിരക്കായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് ഇത് കഴിയട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ശേഷമാണ് പിന്നെ നമ്മൾ പ്ലാൻ വിളിച്ച് പറഞ്ഞ് നമുക്കിപ്പോൾ അടുത്ത ഉടനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഒരു കഥ, എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു, അത് ചെയ്യാമെന്നുള്ളത്. അത് ഉദയകൃഷ്ണനെ കൊണ്ട് ഞാൻ സിബി ഉദയൻ അവരോട് കഥ പറഞ്ഞിട്ട് അവരുടെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തു, വൺലൈനൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ജയറാമിനെയാണ് നായകനായിട്ട് ഫിക്സ് ചെയ്തു. ജയറാമിനെ നമ്മൾ സ്ഥിരമായിട്ട് ജയറാമിനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരും അതിനു മുമ്പ് രാജസേനെ വെച്ചിട്ട് ജയറാമിനെ വെച്ച് പടം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയായി ജയറാമിനായിട്ട് കാണാൻ വേണ്ടി എറണാകുളത്ത് പ്രൊഡ്യൂസേഴ്സെല്ലാം ബീച്ച് ഹോട്ടലിൽ വന്നു. ഞാനും അവിടെ എത്തി. ഞാനും ഉദയനും പ്രൊഡ്യൂസർ രവി കൊട്ടാരക്കരയായിട്ട് ഒറ്റപ്പാലത്ത് ഉത്തമൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും. അപ്പോൾ അവിടെ ജയറാം ഉണ്ടായിരുന്നു. അപ്പോൾ ജയറാമിനെ ഞാൻ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ പിന്നെ നാളെ വരുന്നുണ്ട്. ആ ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉദയകൃഷ്ണനും പ്രൊഡ്യൂസറുമായിട്ട് അവിടെ ചെന്നു. ഒരു വൈകുന്നേരം സമയത്താണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ചിപ്പുറത്ത് മാറി വന്നു. കണ്ടപ്പോൾ കൈവീശി അവിടെ സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ റസാഖാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. റസാഖ് നമ്മളെ അടുത്തുനിന്ന് സംസാരിച്ചു. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞ ശേഷം ജയറാം അവിടെ നിന്ന് നോക്കിയാൽ നമ്മളെയൊക്കെ കണ്ടിട്ട് ഞാൻ അടുത്ത് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, രവി കുട്ടകരയാണോ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഓ അത് ശരി, ആ ആ. അപ്പോൾ പുള്ളിയുടെ മുഖത്തിന് ആ ഫേസിന് ഒരു മാറ്റം വന്നു. ഒരു ഹാപ്പിയായിട്ട് കണ്ട എന്നെ കൈവീശിയ രവി കുട്ടകരയാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പം ഒരു മാറ്റം പുള്ളിക്ക് വന്നു. എന്നിട്ട് വീണ്ടും പുള്ളി ഷോട്ടിന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ദോസ്തി ഭയങ്കര ക്ഷീണം, ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് വൈകുന്നേരം കഥ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ത്രെഡ് ഞാൻ പറഞ്ഞു ത്രെഡ് കേട്ടാൽ പോരെ, നമുക്ക് ഞാൻ റൂമിലേക്ക് വരാം, നിങ്ങൾ കുളിച്ച് നിങ്ങളവിടെ പോയിട്ട് കുളിച്ച് റെഡിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം, അവിടെ നിന്ന് ഒരു ത്രെഡല്ലേ പറയുന്നത്, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാനല്ലല്ലോ വന്നത്. അല്ലല്ല നമുക്ക് മൂഡ് മാറി നമുക്ക് ഇന്ന് വേണ്ട നമുക്ക് വേറെ ദിവസം ആവാം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്താണ് പുള്ളി പെട്ടെന്ന് മാറിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ രവി കൊട്ടകര പോയി സംസാരിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ തിരിച്ച് എറണാകുളത്ത് വന്നു. ഞാൻ ആലോചിച്ചത് എന്താ ജയറാം അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ രാത്രി ഒരു 10 മണിയായപ്പോൾ സേനേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, തുളസി ഇങ്ങനെ ജയറാം വിളിച്ചിരുന്നു, ആ പ്രോജക്റ്റ് നടക്കില്ല കേട്ടോ, പുള്ളിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് ജയറാമല്ലേ എന്നോട് പറയേണ്ടത്, അതല്ലേ എൻ്റെ ശരി. സേനേട്ടൻ അല്ല എന്നോടൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ രാവിലെ, അപ്പോൾ അത് ഞാൻ രാത്രി പ്രൊഡ്യൂസറെ അറിയിച്ചില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റ്, അന്ന് STD ആണല്ലോ, എഴുന്നേറ്റ് ഹോട്ടലിൻ്റെ താഴെ വന്നിട്ട് ഞാൻ
വടക്കഞ്ചേരിയിൽ ഡയാന ഹോട്ടലിലേക്ക് വിളിച്ചു, ഒരു റൂം കണക്ട് ചെയ്യാൻ പറഞ്ഞു. കണക്ട് ചെയ്തപ്പോൾ ദൊരേ എന്ന് പറഞ്ഞ പുള്ളിയുടെ അസിസ്റ്റൻ്റ് എടുത്തിട്ട് പറഞ്ഞ സാർ ബാത്റൂമിലാണ്, കുളിക്കാൻ കയറി, കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വിളിച്ചപ്പോഴത്തേക്ക് സാറ് എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പൊക്കെ ഇടുന്നു. അവൻ ജയറാമെന്തോ ഒരു ആക്ഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് മസ്റ്റായിട്ട് ജയറാമനെ കിട്ടിയേ പറ്റുള്ളൂ, ഒന്ന് സംസാരിക്കണം കൊടുക്കാമെന്ന് പറഞ്ഞു. ജയറാമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ജയറാട്ട എന്താ പ്രശ്നം, അങ്ങനെ രാജസ്ഥാൻ എന്നല്ല വിളിച്ചിരുന്നല്ലോ, എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞു നമുക്കത് വേണ്ട, ആ പ്രോജക്റ്റ് വേണ്ട, ഇത്രേ വല്ലാകുന്നുള്ളൂ. അല്ല എനിക്ക് ആ പ്രൊഡ്യൂസറുമായിട്ട് എനിക്ക് താല്പര്യമില്ല. നല്ല പ്രൊഡ്യൂസറാണ്. അവർ കഴിഞ്ഞ പടം കൊണ്ട് ചെയ്തപ്പോൾ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം സംസാരിച്ചതിൻ്റെ പേരാണെന്നുള്ളതാണ് പറയുന്നത്. വേണ്ട നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. ശരി, കട്ട് ചെയ്ത ശേഷം ഞാൻ പിന്നെ ഇനി പ്രൊഡ്യൂസറോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പ്രൊഡ്യൂസറോട് ചെന്ന് പറഞ്ഞു, സാറേ രവിയേട്ടൻ്റെ അച്ഛനോടാണ് പറഞ്ഞത്, പുള്ളി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ജയറാം പ്രോജക്റ്റ് നടക്കില്ല, നമുക്ക് വേറെ ആരെങ്കിലും ആർട്ടിസ്റ്റിനിട്ട് നമുക്ക് ചെയ്യാം. പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ ഇല്ല, ജയറാം വേണമെന്ന് താല്പര്യമൊന്നും ആർക്കില്ല. എന്നോട് പറഞ്ഞേക്കണം അങ്ങനെ ഏത് ആർട്ടിസ്റ്റായിട്ടും നിങ്ങളൊരു പടം ചെയ്തു തരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് വലിയ പ്രൊഡ്യൂസർമാരുടെ ഒരു മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ ജയറാം നടക്കില്ല, നമുക്ക് വേറെ ആലോചിക്കണം, അപ്പോൾ കഥ മാറ്റേണ്ടി വരും ചിലപ്പോൾ എന്ന് പറഞ്ഞു. അത് സാരമില്ല, ആലോചിക്കാൻ പറ്റും. അപ്പോൾ എന്താ ജയറാമിന് ഈ പ്രൊഡ്യൂസറുമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർക്കുണ്ടൊരു വാശി എന്താണ്, പുള്ളി എന്നോട് പറഞ്ഞു, നമ്മൾ തീരുമാനിച്ച ദിവസം തുളസിദാസ് ഒരു പടം തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ ഏത് ആർട്ടിസ്റ്റിനായിട്ടോ ചെയ്തോ എന്നല്ല, എനിക്ക് ഉടനെ ഒരു ഈ പടം ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ അമൃത മോഹൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നത്, പുള്ളിയുണ്ട് അവിടെ. വെറുതെ അങ്ങനെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഉദയനെ വിളിച്ചു. ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു കഥ പ്ലാൻ ചെയ്ത് ദോസ്തിൻ്റെ കഥ പ്ലാൻ ചെയ്തു. ആരൊക്കെ അഭിനയിക്കാം? പെട്ടെന്ന് മനസ്സിൽ തോന്നിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തെറിച്ച ക്യാരക്ടർ ബിജു മേനോനും മറ്റേ ഹീറോ ക്യാരക്ടർ ഉണ്ടല്ലോ അത് ദിലീപും, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഥയൊക്കെ നേരെ കഥ ഉടനെ തന്നെ നമുക്ക് ഒരു ചെറിയ റൂട്ടൊക്കെ ഉണ്ടാക്കി നേരെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സിനിമയാണത്. അല്ല, ഒരു ചെറിയ ത്രെഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇത് ഡെവലപ്പ് ചെയ്തതാണ്, അത് ഡെവലപ്പ് ചെയ്തെടുത്താണ്. അങ്ങനെ നേരെ ദിലീപിൻ്റെ വീട്ടിൽ പോകുന്നു, ആലുവ പോകുന്നു. ഞാനും രവിയേട്ടനും പ്രൊഡ്യൂസർ ഉദയനും ആയിട്ട് നേരെ അവിടെ പോകുന്നു. പ്രൊഡ്യൂസറും ഉണ്ട്, അച്ഛനും പ്രൊഡ്യൂസറും ഉണ്ട്. അവിടെ ചെന്ന് ദിലീപ് കഴിക്കുന്നു, മഞ്ജു ചായ കൊണ്ട് തന്നു, കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ത്രെഡ് ഇങ്ങനെ ആയിട്ട് പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞ് ആ ക്യാരക്ടർ എനിക്ക് വേണമെന്ന്. അതാണ് ദിലീപിൻ്റെ ഒരു കഥ സെലക്ട് ചെയ്യാനുള്ള കഴിവെന്ന്. ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ ദിവസമായിട്ടാണ്, അതെനിക്ക് മതി. അപ്പോൾ മറ്റേ ക്യാരക്ടർ ആര് ചെയ്യും എന്ന് തീരുമാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഞ്ചാക്ക ബോബൻ ഇടാം. അപ്പോൾ കുഞ്ചാക്ക ബോബൻ ചെയ്യുമോ എന്നുള്ള ഒരു പ്രശ്നമായി. അത് അതിനു മുമ്പ് രാജസേൻ്റെ ഒരു പടത്തിൽ ഡാർലിംഗ് എന്ന സിനിമയിൽ ദിലീപിൻ്റെ കൂടെ കുഞ്ചാക്ക ബോബനെ വിളിച്ചിട്ട് ചെന്നില്ല. അതുപോലെ നമ്മുടെ ലോഹിദാസിൻ്റെ പടത്തിൽ ദിലീപിൻ്റെ കൂടെ അഭിനയിക്കാൻ ചെന്നില്ല, മറ്റേ സർക്കസ് പടത്തിൽ, മനസ്സിലായില്ലേ, ജോക്കർ, അതിലും ചെന്നില്ല. അപ്പോൾ അങ്ങനെ രണ്ട് വിഷയം നിൽക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഒരു കാര്യം നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ദിലീപിന് ആ തെറിച്ച ക്യാരക്ടറും ഇഷ്ടപ്പെട്ടാണല്ലോ. മറ്റേ നേരെ അവിടുന്ന് ആലുവയിൽ നിന്ന് നേരെ പോയത് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വിട്ടു. അതേ കാറിൽ ആലപ്പുഴയ്ക്ക് വിട്ടു. അവിടെ ചെന്നു. അപ്പോൾ അന്ന് ചാക്കോച്ചൻ്റെ അച്ഛനുണ്ട്, അമ്മ, സഹോദരി, എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കഥ അവതരിപ്പിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ അച്ഛന് നല്ല സുഖമില്ലാതെ ഇരിക്കുന്ന സമയമാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ കൊട്ടാരക്കര സാറിനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ബഹുമാനം. കാരണം പഴയ പ്രൊഡ്യൂസറല്ലേ ഈ കൊട്ടാരക്കര സാർ എന്ന് പറയുന്നത്. തമിഴിലെ എത്രയോ വലിയ തമിഴ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത കഥ എഴുതിയിട്ടുള്ള ആളുമാണ്
വലിയ ആളല്ലേ കൊട്ടാരക്കര എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ കണ്ട് വളരെ സന്തോഷം. നമ്മൾ കഥ അപ്പോൾ ഇതാണ് സംഭവം. ദിലീപാണ് അഭിനയിക്കുന്നത്. ദിലീപുണ്ട്. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു അല്ല അത് ശരിയാവില്ല, പുള്ളിയുടെ അച്ഛനാണ് പറയുന്നതല്ല, ശരിയാവില്ല, അത് ഞങ്ങൾ 2 പടം വിട്ടതാണ് ശരി. അതെന്തായിരിക്കും സാറേ? അല്ല അതെ പറയട്ടെ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കാരണം പറയണം. അല്ല അത് 2 പേരും എന്നാലും അത് ശരിയാവില്ല, അത് ഏറ്റക്കുറച്ചിൽ വരും, ആർക്കാണ് വലിപ്പം എന്നൊക്കെ ഉള്ള ഒരു. ഞാൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുന്നു സാറേ, നസീർ സാർ, സത്യം മാഷ് അങ്ങനെ തുടങ്ങിയല്ല, അതിന് മുമ്പുണ്ട് 2 ഹീറോകളെ ചെയ്യുന്നത്. അങ്ങനെ വന്ന് ജയൻ, സുകുമാരൻ, സ്വാമിയേട്ടൻ, പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ, ഇതൊക്കെ ഈക്വൽ 2 പേരിൽ നിന്ന് എത്രയോ സിനിമകൾ ചെയ്തു സാറേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ദിലീപും കുഞ്ചാക്കോ ബോബനും എന്താ കുഴപ്പം? അത് ഏത് ക്യാരക്ടറായിരിക്കും വലുതെന്ന് പുള്ളിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ 2 ഈക്വൽ ക്യാരക്ടറാണ്. എന്നാലും ദിലീപിന് മുകളിൽ നിൽക്കുന്ന നായകനെന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനാണ്, പാട്ടുള്ളത് കുഞ്ചാക്കോ ബോബനാണ്, നായിക ഉള്ളത് കുഞ്ചാക്കോ ബോബനാണ്. അപ്പോൾ പിന്നെ ചാക്കോച്ചനല്ലേ മുന്നിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് 1 മണിക്കൂറിന് മേലെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് അച്ഛനെ ആദ്യം സംസാരിക്കും, പുള്ളി സമ്മതിക്കും, വീണ്ടും എടുത്ത് ഒരു പഴയ കാര്യങ്ങൾ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞു എനിക്കൊരു ഗ്യാരണ്ടി തരണം ഡയറക്ടർ, പടം കാണുമ്പോൾ എന്തെങ്കിലും താഴ്ന്ന് ചാക്കോച്ചൻ്റെ റോള് നിന്നാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ് ഒരു പ്രശ്നമില്ല സാർ, എനിക്ക് അപ്പോഴെന്നെ എന്ത് വേണോ ചെയ്തോളൂ, ഇതൊരു മാറ്റം വരും. ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എഴുതുന്നതാ ഇരിക്കുന്നത് ഉദയനാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ആണ്, അതിൽ വിശ്വാസക്കുറവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നു. ഉടനെ തന്നെ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്തോളാൻ പറഞ്ഞു. 1,00,000 രൂപയുടെ ചെക്ക് അപ്പോൾ തന്നെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ ഇപ്പോൾ അഡ്വാൻസ് വേണ്ട. അല്ല ഞാൻ പറഞ്ഞു സാറേ അഡ്വാൻസ് വാങ്ങിയിട്ട് ചാക്കോച്ചനോട് ഞാൻ പറയുന്നു വൈകുന്നേരം ഒന്ന് ബീച്ച് ചോട്ടിൽ വരെ വരണം, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അല്ല അത് ഇന്ന് വേണം, ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് വിടുന്നു, ദിലീപിനെ വീട്ടിൽ വിളിക്കുന്നു, ദിലീപിനോടും പറയുന്നു വൈകുന്നേരം ബീച്ച് ചോട്ടിൽ വരണം, നിങ്ങൾ 2 കൂടെ നിന്നിട്ടൊരു ഫോട്ടോ വേണം എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ദിലീപ് പറഞ്ഞാൽ അല്ല ചേട്ടാ അതിലിത്തിരി താടിയൊക്കെ വേണ്ടതല്ലേ, അപ്പോൾ എനിക്കിപ്പോൾ താടി ഇല്ലല്ലോ, ചെറിയ കുറ്റിത്താടി വേണമല്ലോ ഒരു പൗരുഷം തോന്നാൻ വേണ്ടി. നമ്മൾ സാരമില്ല ഇപ്പോൾ ഈ സ്റ്റിലിന് അത് വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വിളിച്ച് 6 മണിയായപ്പോൾ ഒരു വൈകുന്നേരം 2 പേരും എത്തി. ഉടനെ തന്നെ ഫോട്ടോഗ്രാഫറെ ഞങ്ങൾ വിളിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. 2 പേരെ നിർത്തി സ്റ്റിൽസ് എടുത്ത് അതിൻ്റെ ഡിസൈനായിരുന്നു ഏറ്റവും വലിയ സംഭവം. ഒരു ഇങ്ങനെ മടക്ക് വയ്ക്കുമ്പോൾ ഒരു സൈഡിൽ പാതി ദിലീപും പാതി കുഞ്ചാക്കോ പോകും. ഇങ്ങനെ മടക്കി വെച്ചാൽ 2 പേരുടെയും പാതി തുറക്കുമ്പോൾ അകത്ത് ഒരു സൈഡിൽ ദിലീപും ഒരു സൈഡിൽ ഇത്, തുറക്കുമ്പോൾ ഫുൾ പേജ് മറ്റേത്. അങ്ങനെ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞ് പോയിരുന്ന് ചെയ്യിച്ച് എടുത്ത് പിറ്റേ ദിവസം രാത്രി റെഡിയാക്കി പിറ്റേ ദിവസം ആ കാർഡ് അടിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഇവരുടെ മനസ്സ് മാറണമെന്ന് അറിയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? കാരണം പലരും അത് വേണ്ട നീ ചെയ്യണ്ടെന്ന് പറയാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെയാണ് ഒരു ദിവസം കൊണ്ടുണ്ടായ സിനിമയാണ് ദോസ്ത്. എനിക്കതിൽ ഭയങ്കര അഭിമാനമാണ് ഉള്ളത്. കാരണം വെച്ചാൽ ആ ദോസ്ത് എന്ന സിനിമ ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ ഞാൻ വർക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല അതല്ല, പിന്നെ അവർ ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ, ഭയങ്കര ഒരു ഇതായല്ലോ. കാരണം ഇതായി അപ്പോൾ അവർക്ക് മനസ്സിലായി, വർക്ക് ചെയ്ത് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരേ സംഭവങ്ങൾ. ദിലീപിൽ അതിൽ ഒരു കോമഡി പോലും ഇല്ലാത്തതാണ് ദിലീപ്. പരുക്ക സ്വഭാവം അത് അവൻ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അത് വേറെ കാവ്യ ഭയങ്കര നല്ല സീൻസുകളൊക്കെ ഉള്ളതാണ്, നല്ല സീൻസുകൾ, നല്ല സെന്റിമെന്റ്സ്. അല്ലെങ്കിൽ വേറെ ജഗദീഷ് ശ്രീകുമാറിന്റെ കലാഭവൻ മണിയുടെ കോമഡി നല്ല രസമുള്ള പടമല്ലേ, സൂപ്പർ, ഭയങ്കര രസമുള്ള പടമല്ലേ. പേര് പോലും നല്ലതല്ലേ, ദോസ്ത്. ഇവര് 2 വിരുദ്ധ ധ്രുവങ്ങൾ ഇന്നവര് ദോസ്താക്കിയല്ലോ, അതാണ് ദോസ്ത്. നല്ല പാട്ടുകൾ, നമ്മുടെ വിദ്യാസാഗറിന്റെ
നല്ല പാട്ട് രമേശ് നായർ എഴുതി മനോഹരമായ പാട്ട്. നല്ല പാട്ട്, എപ്പോ കണ്ടാലും ഒരു ഫ്രഷ്നസ് തോന്നിക്കുന്ന കളർഫുൾ പാട്ട് അല്ലേ? അത് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പെയിൻ എടുത്ത് ആ സിനിമയിൽ രണ്ടുപേരെ ഒന്നിപ്പിച്ചെങ്കിലും എനിക്കത് അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ഇപ്പോഴും ഞാൻ അതിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു